ശബരിമലയിലേക്കാണ് പോകുന്നത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു. അപകടകരമാകുന്ന അവസ്ഥയിലൂടെയായിരുന്നു ഇന്നലെ ഉച്ചയോടെ സന്നിധാനം കടന്നുപോയത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് NDRF സംഘം സന്നിധാനത്തെത്തി. ഇപ്പോഴും മണിക്കൂറുകൾ വരുന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ. ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരു സംഘം കൂടി സന്നിധാനത്തേക്കെത്തും. നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടുന്നതിന് ഇന്നും നിയന്ത്രണമുണ്ട്. ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിന് ആനുപാതികമായി മാത്രമാണ് പമ്പയിലേക്ക് നിലയ്ക്കലിൽ നിന്നുള്ള യാത്രാനുമതി. സ്വാമി ശരണം. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറും മിഥുൻ മുരളിയും ചേരുന്നുണ്ട്. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്കാണ് പോകുന്നത്. യെസ്, ഗുഡ് മോർണിംഗ് അരുൺ കൊടുങ്ങൂർ ആൻഡ് മിഥുൻ മുരളി. രാവിലെ അയ്യപ്പനെയൊക്കെ കണ്ടോ? തീർച്ചയായും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്കൊക്കെ നേരിയ ഒരു പരിഹാരം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാലും NDRF സംഘം കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ ചുമതലയേൽക്കും. അത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നതെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ശബരിമല സന്നിധാനം കടന്നുപോയത്. മകരവിളക്കിനൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു തീർത്ഥാടക തിരക്ക് കാണുന്നത്. പക്ഷേ എല്ലാ നിയന്ത്രണങ്ങളും പാളുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് ഭക്തരുടെ കണ്ണീർ ഇന്നലെ ഈ സന്നിധാനത്ത് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും തിരക്ക് നിയന്ത്രണം വിധേയമാണ്. ഇപ്പോൾ ക്യൂ ഉണ്ട്, പക്ഷേ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു. പക്ഷേ തിരക്ക് കൃത്യമായി തന്നെ നിയന്ത്രിച്ചാൽ അപകടകരമാകുന്ന ഒരവസ്ഥയിൽ നിന്ന് സന്നിധാനം മാറിയിരിക്കുക. പോലീസിന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്കാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഈ തിരക്ക് പോയത്. കാരണം പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാതെ ബാരിക്കേഡ് ചാടിക്കടന്ന് രോഷം പ്രകടമാക്കുകയായിരുന്നു ഭക്തജനങ്ങൾ. മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്ന ഭക്തജനങ്ങളാണ് ഇത്തരത്തിൽ രോഷപ്രകടനം നടത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളടക്കം വലിയ പ്രായമായ ആളുകളടക്കം ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് 18-ാം പടിക്ക് സമീപത്തേക്ക് എത്താൻ ഇന്നലെ ശ്രമിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടി പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് സന്നിധാനം എത്തിയിട്ടുണ്ട്. സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് നടപ്പന്തലിലായാലും മരക്കൂട്ടത്തായാലും മറ്റ് ശരംകുത്തിയിലൊക്കെ ആയാലും പോലീസിന്റെ നിയന്ത്രണമുണ്ട്. പക്ഷേ മണിക്കൂറുകളോളം ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ 18-ാം പടി കയറ്റുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് വിജയിക്കുന്നില്ല. 80-90 എന്നുള്ള സംഖ്യയിലേക്ക് മിനിറ്റിൽ 80-90 ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിട്ടാൽ മാത്രമേ കാര്യമായിട്ടുള്ള ഒരു ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് നിയന്ത്രണം സാധ്യമാകുള്ളൂ. ഇപ്പോൾ 60-70 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് മിനിറ്റിൽ 60 മുതൽ 70 ഭക്തജനങ്ങളെ വരെ 18-ാം പടി കയറ്റിവിടാൻ സാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ NDRF സംഘം എത്തിയതിനു ശേഷമാണോ ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായത്? മിഥുൻ, കേൾക്കാമെങ്കിൽ എന്തായാലും ഇപ്പോൾ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമായല്ലോ, അതൊരു ആശ്വാസകരമായ സാഹചര്യം തന്നെയാണ്. NDRF സംഘം ഈ ശബരിമലയിൽ എത്തിയതിനു ശേഷമാണോ അവിടുത്തെ സ്ഥിതിഗതികൾ ഇത്രത്തോളം നിയന്ത്രണ വിധേയമായത്? അശ്വതി, NDRF സംഘം ഇന്നലെ തൃശ്ശൂരിൽ നിന്നുള്ള 32-അംഗ സംഘമാണ് സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ സന്നിധാനത്ത് എത്തും. ഇന്ന് തന്നെ ചുമതല ഏൽക്കുമെന്നാണ് അറിയുന്നത്. അവർ എത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ള തിരക്ക് അനിയന്ത്രിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ വേഗത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പോലീസിന് മാത്രമല്ല, തിരക്ക് നിയന്ത്രണം പോലീസിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോയ ഒരു സാഹചര്യമാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ NDRF സംഘം ഉൾപ്പെടെ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള തിരക്ക് പോലീസിന്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഉടനടിയുള്ള ഇടപെടൽ NDRFന്റെ ഭാഗത്ത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി അപകടകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകില്ല എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്നുള്ള ഒരു സംഘവും കൂടി സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ NDRFന്റെ ഒരു 70-അംഗ സംഘമായിരിക്കും ഇനിയുള്ള ഘട്ടത്തിൽ പോലീസിനോടൊപ്പം തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക. അരുൺ, എന്തായാലും ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു. അപകടകരമാകുന്ന അവസ്ഥയിലൂടെയായിരുന്നു ഇന്നലെ ഉച്ചയോടെ സന്നിധാനം കടന്നുപോയത്. ആശങ്കാജനകമായാണ് നമ്മൾ ആ വാർത്ത നോക്കിക്കേണ്ടത്. തിരക്ക് നിയന്ത്രിക്കുന്നത് NDRF സംഘം സന്നിധാനത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ മണിക്കൂറുകൾ വരുന്നാൽ മാത്രമേ ഈ ശബരീശ ദർശനം സാധ്യമാകൂ. എന്തായാലും ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരു സംഘം കൂടി സന്നിധാനത്തേക്ക് ഉടൻ തന്നെ എത്തും. നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടുന്നതിന് ഇന്നും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിന് ആനുപാതികമായി മാത്രമാണ് പമ്പയിലേക്ക് നിലയ്ക്കലിൽ നിന്നുള്ള യാത്രാനുമതി. ഞങ്ങളുടെ പ്രതിനിധി അരുൺ കൊടുങ്ങൂറും മിഥുൻ മുരളിയുമാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.